നയതന്ത്ര വിദഗ്ധൻ KP ഫാബിയൻ കൂടെ ചേരുന്നുണ്ട്. സർ നമസ്കാരം. ഇപ്പോൾ ഹോർമൂസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലിന് നേരെ വീണ്ടും ഇറാന്റെ ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. ഇറാൻ തീരം വഴി കടന്നുപോയ കാർഗോ കപ്പൽ ആക്രമിക്കപ്പെട്ടതായാണ് പറയുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഇനി വീണ്ടും യുദ്ധാന്തരീക്ഷം മുറുകുകയാണ്. ഇനി നിലവിലെ ചർച്ചകൾക്കൊക്കെ വിപരീതമായ ഒരു ഫലമാണോ ഇനി നമ്മൾ കാത്തിരിക്കേണ്ടത്? മാത്രമല്ല, ചർച്ചകൾ നടക്കുമെന്ന് പറയുന്നല്ലാതെ ആശ്വാസ വാർത്തകൾ ഇനി എന്ന് പ്രതീക്ഷിക്കാം? ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഇറ്റ്സ് ഗോയിങ് ടു ഗെറ്റ് വേഴ്സ് ബിഫോർ ഇറ്റ് ഗെറ്റ്സ് ബെറ്റർ. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ പ്രസിഡന്റ് ട്രംപിന് പൊളിറ്റിക്കൽ കോസ്റ്റ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അത് കാരണം ഒരു സെറ്റിൽമെന്റ് അദ്ദേഹത്തിന് ആവശ്യമാണ്. അദ്ദേഹം ഒരു പക്ഷേ, ഞാൻ 2 പ്രാവശ്യം പറയുന്നു, ഒരു പക്ഷേ കൂടുതൽ തെറ്റം ചെയ്തിട്ട് പിന്നെ പറയുമായിരിക്കാം ഞാനൊരു നൈസ് ഗൈ ആണ്, അത് കാരണം ഞാൻ ഇത് ചെയ്യുന്നു, അതായത് ബ്ലോക്കേഡ് പിൻവലിക്കുന്നു. അതുകൊണ്ട് ഡിപ്ലോമാറ്റിക് നെഗോസിയേഷൻസ് പ്രൊസീഡ് ചെയ്തിട്ട് എന്ന് പറയാൻ സാധ്യതയുണ്ട്. പക്ഷെ അതേ സമയത്ത് തന്നെ മറ്റ് സാധ്യതയുണ്ട്. അതായത് പ്രസിഡന്റ് ട്രംപ് കൂടുതൽ ഇറാനിയൻ ഷിപ്സിനെ സെൻട്രൽ കമാൻഡ് ക്യാപ്ചർ ചെയ്യുന്നു. അതിന് തിരിച്ചടിയായിട്ട് ഇറാൻ ഒന്നല്ലെങ്കിൽ സെൻട്രൽ കമാൻഡിന്റെ ഷിപ്സിലേക്ക് ഡ്രോൺസിന് അയക്കുന്നു, അല്ലെങ്കിൽ ഇറാൻ കൂടുതൽ നിരാശ കൊണ്ട് അമേരിക്കൻ സ്ഥാപനങ്ങളെ, ദുബായിലും മറ്റും അബുദാബിയിലുള്ള അമേരിക്കൻ സ്ഥാപനങ്ങളെ ആക്രമിക്കാൻ തുടങ്ങുന്നു. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു വലിയ യുദ്ധമാണ് നമ്മൾ ഉണ്ടാവാൻ പോകുന്നത്. അത് വളരെ വളരെ കഷ്ടകരമായിരിക്കാം. തീർച്ചയായും ഈ സൂചിപ്പിച്ച പോലെ തന്നെ ഈ സമാധാന ചർച്ചകളൊക്കെ ഒരു വശത്ത് നടക്കാനുള്ള തീരുമാനങ്ങളും ചർച്ചകളൊക്കെ തുടങ്ങുന്നു. പക്ഷെ അതിനെയൊക്കെ അട്ടിമറിച്ചുകൊണ്ട് തന്നെയാണ് അമേരിക്കൻ ഭരണകൂടം നടത്തുന്ന ഒരു യുദ്ധക്കൊതി. അത് ശരിക്കും പറഞ്ഞാൽ ആഗോള സുരക്ഷയെ തന്നെ വെല്ലുവിളിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതിൽ ഇപ്പോഴും അമേരിക്ക വിരിച്ച ഈ ഒരു വലയിൽ ആര് വീഴും, ഇറാന്റെ നീക്കം എന്താണ് എന്ന് പോലും മനസ്സിലാകുന്നില്ല. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഇറാൻ പൊളിറ്റിക്കൽ ചെസ് അല്ലെങ്കിൽ ഡിപ്ലോമാറ്റിക് ചെസ് കളിക്കുന്നതിൽ നല്ല ജ്ഞാനമുണ്ടവർക്ക്. അവർ വളരെ ക്ലെവറാണ്. അപ്പൊ അതുകൊണ്ട് ഒരു വലിയ യുദ്ധം തുടങ്ങാനുള്ള തരത്തിൽ അമേരിക്ക അവർ പ്രൊവോക്ക് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കാനുള്ളത് 2 പ്രാവശ്യം അമേരിക്ക സംഭാഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇറാനെ ആക്രമിച്ചു. അതുകൊണ്ട് അമേരിക്ക വിളിക്കുന്ന ഗ്രേറ്റ് സാത്താൻ എന്നാണ്, വലിയ സാത്താൻ, ഗ്രേറ്റ് സേറ്റൻ. അപ്പോ ഈ സേറ്റിനെ ഒട്ടും വിശ്വസിക്കാൻ പറ്റില്ല. തന്നെയുമല്ല, ഈ സേറ്റിനെ തോൽപ്പിക്കാനുള്ള കഴിവ് ഉണ്ടെന്ന് അബദ്ധമായി വിശ്വസിക്കുന്ന ചില ഇറാനിയൻസും ഉണ്ട്. അപ്പൊ അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പിക്ചറാണ്. തീർച്ചയായും ഈ സാഹചര്യത്തിൽ ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും ഒരു വഴിത്തിരിവ് ഉണ്ടാകാതെ പിരിമുറുക്കം തുടരുകയാണല്ലോ. അപ്പോൾ ഈ അവസ്ഥയെ സമാധാനത്തെക്കാൾ ഉപരിയായിട്ട് ഒരു താൽക്കാലിക സമയം ഉണ്ടാവുക എന്നതാണ് പ്രധാനപ്പെട്ടത്. ലോകരാജ്യങ്ങൾക്കെല്ലാം ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ്. പ്രത്യക്ഷത്തിൽ അല്ലെങ്കിൽ പോലും ചൈനയുടെ നീക്കമൊക്കെ ഇപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഇന്ത്യയെ പോലും താറുമാറാക്കുന്ന രീതിയിൽ തന്നെയാണ് മാറുന്നത്. മാത്രമല്ല, ഇപ്പോൾ ഗുജറാത്തിലേക്കുള്ള കപ്പൽ ഇറാൻ കസ്റ്റഡിയിലാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യക്കും അത് വലിയൊരു തിരിച്ചടി തന്നെയല്ലേ ഇപ്പോൾ അനുഭവിക്കുന്നതിനെക്കാട്ടി ഇരട്ടിയായി ഇത് ബാധിക്കില്ലേ? എന്റെ അഭിപ്രായത്തിൽ ന്യൂഡൽഹിയും ബെയ്ജിങ്ങും ലണ്ടനും ബെർലിനും പാരീസും മറ്റ് തലസ്ഥാനങ്ങളും എല്ലാവരും ഒരുമിച്ച് കൂടി അമേരിക്കയ്ക്കും ഇറാനും ഒരു സന്ദേശം അയക്കണം. അമേരിക്കയുടെ സന്ദേശത്തിൽ പറയണം, ബ്ലോക്കേഡ് താൽക്കാലികമായിട്ടെങ്കിലും പിൻവലിക്കുക, സംഭാഷണങ്ങൾ തുടരട്ടെ. ഇറാനിലുള്ള സന്ദേശത്തിൽ പറയണം, അമേരിക്ക താൽക്കാലികമായിട്ടാണെങ്കിലും ബ്ലോക്കേഡ് പിൻവലിക്കുകയാണെങ്കിൽ സംഭാഷണങ്ങൾ തുടരുക. തീർച്ചയായും അതിനിടയിൽ ഒരു സംശയം കൂടെ. ഇപ്പോൾ ചർച്ചകൾ പാകിസ്ഥാനിൽ വെച്ച് നടത്തുന്നു, മധ്യസ്ഥ ചർച്ചകൾ പാകിസ്ഥാനിലേക്ക് എല്ലാവരും കാതോർത്ത് നിൽക്കുന്നു. ഈ പാകിസ്ഥാൻ എന്താണ് ഈ ഒരു യുദ്ധാന്തരീക്ഷത്തിലെ പ്രധാന ഒരു സാന്നിധ്യം? പാകിസ്ഥാന്റെ റിലവൻസ് മനസ്സിലാക്കണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പ്രസിഡന്റ് ട്രംപിന്
ട്രംപിന്റെ ഫാമിലി ബിസിനസ് പാകിസ്ഥാനിൽ ക്രിപ്റ്റോ കറൻസിയുടെയും കെമിക്കൽസിന്റെയും മറ്റു തരത്തിലുള്ള ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട്. തന്നെയുമല്ല, പ്രസിഡന്റ് ട്രംപിന്റെ മകൻ, പേരിപ്പ് ഞാൻ മറന്നുപോയി, എറിക്കുന്നായിരിക്കാം, അവിടെ പോയപ്പോ ട്രംപ് ജൂനിയർ അവിടെ പോയപ്പോ പ്രധാനമന്ത്രി സബീർ ഷരീഫും അതിനേക്കാൾ ഉപരിയായിട്ട് ഫീൽഡ് മാർഷൽ മുനീറും അവരെ വളരെ കാര്യമായിട്ട് സ്വീകരിച്ചു. തന്നെയുമല്ല, പ്രസിഡന്റ് ട്രംപിനെ ചിലർ ഇഷ്ടപ്പെടും, ചിലരെ ഇഷ്ടപ്പെടില്ല. അപ്പൊ ഇഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഫീൽഡ് മാർഷൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അത് കാരണമാണല്ലോ അദ്ദേഹം വൈറ്റ് ഹൗസിൽ വിളിച്ച് ഒരു ലഞ്ച് കൊടുത്തത്. ഒരു മിലിറ്ററി ഒഫീഷ്യലിന് ഇതുവരെയും ഒരു പ്രസിഡന്റും വൈറ്റ് ഹൗസിൽ വിളിച്ച് ലഞ്ച് കൊടുത്തിട്ടില്ല. അപ്പോ ഫീൽഡ് മാർഷലും പ്രസിഡന്റ് ട്രംപുമായിട്ട് നല്ല കെമിസ്ട്രിയാണ്. പിന്നെ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇത് ഇറാന്റെ ചോയ്സ് അല്ല, പക്ഷേ ഇറാനെ സംബന്ധിച്ചിടത്തോളം അടുത്തുള്ള അയൽരാജ്യമാണ്. ഇനി വലിയ ആക്രമണം വന്നാൽ അമേരിക്ക ഈ അയൽരാജ്യത്തെ ഉപയോഗിച്ച് ഇറാനെ ആക്രമിക്കാൻ സാധ്യതയുണ്ട്. തന്നെയുമല്ല, ഇറാന്റെ പുറത്ത് നോക്കിയാൽ ഏറ്റവും വലിയ ഷിയ പോപ്പുലേഷൻ പാകിസ്ഥാനിലാണ്. പിന്നെ വേറൊന്നും കൂടി, 1979 മുതൽ പാകിസ്ഥാനാണ് ഇറാന്റെ ഇൻട്രസ്റ്റ് അമേരിക്കയിൽ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ നല്ല ബന്ധമുണ്ട് ഇറാനും പാകിസ്ഥാനുമായിട്ട്. ഇടയ്ക്കിടയ്ക്ക് ശ്രമിച്ചടിച്ചുണ്ടാകും, അത് വേറെ കാര്യം. ശരി, വളരെയധികം നന്ദി സർ ഈ അവസരത്തിൽ പ്രതികരിച്ചതിൽ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.